ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്തായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ആരും അങ്ങോട്ട് ചാനലോട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത്യാവശ്യം എൻ്റെ ചാനൽ പെട്ടെന്ന് ക്ലിക്കായതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോസ് നല്ല വ്യൂസ് കയറുന്നുണ്ട്, പക്ഷേ ആരും അങ്ങോട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫാമിലി വ്ളോഗൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ രാവിലെ 8 മണി 8 മണി ആ റേഞ്ചൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഞാൻ വീട്ടിൽ പോണത് ആ ടൈമാവും, 8 മണിയാവും. വൈകുന്നേരത്തെ 8 മണിയാവും വീട്ടിലെത്തണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫാമിലി വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇനി മുതൽ വീഡിയോസ് ഇടുന്നതൊരു ടൈം വെച്ചിട്ടുണ്ട്. 8 മണിക്ക് ലോങ് വീഡിയോ വരും, ഒരു 6 to 7 ഉള്ളിൽ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ഇതിൽ ആഡ് ചെയ്യാം. എന്തായാലും ചെയ്യേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്ന പോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ടാകായി. എന്താ വെച്ചാൽ നല്ല മഴയാണ്, പുറത്ത് ജാതി മഴയാണ്. മഴ കാണിച്ചുതരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തായാലും മാക്സിമം എല്ലാവരും ചാനൽ സബ് ചെയ്യാൻ നോക്കുക. കുറേ പേര്, പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഞാൻ ഇന്നലെയൊക്കെ ആയിട്ട് കുറേ പേരെ കണ്ടു. ഇന്നലെ ഞാൻ പോകുമ്പോൾ കടയിലൊക്കെ നിർത്തിയപ്പോൾ അവിടെ നിന്ന് കുറേ പേരെ കണ്ടു. പിന്നെ വർക്കിൻ്റെ അവിടേക്ക് കുറേ പേര് വന്നു. അങ്ങനെ കുറേ പേരിനെ കാണുന്നുണ്ട്. നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. എല്ലാവരും കാണുന്നവരെല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇനിയും സപ്പോർട്ട് തരിക. നല്ല നല്ല വീഡിയോസായിട്ട് എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെ ഉണ്ടാവും. എന്തായാലും അത്യാവശ്യം ഇപ്പോൾ എത്തിയ ലെവലിലായതുകൊണ്ട് ഞാൻ എന്തായാലും മുന്നോട്ടുണ്ടാവും. എനിക്ക് വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട രീതി അറിയണമല്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ആളെനിക്ക് പറഞ്ഞു തന്നു, ഒരു 8 മണി അങ്ങനെയല്ല, ഒരു ടൈം വയ്ക്കാനാണ് പറഞ്ഞത്. രണ്ടിനും ഓരോരോ ടൈം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടിനും ഓരോരോ ടൈം വെച്ചിട്ടുണ്ട്. 8 മണിക്ക് ലോങ് വീഡിയോ, ഒരു 6 to 7 ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. ഞാൻ പല ടൈമിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഞാൻ അഡീഷണൽ റീചാർജ് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. എങ്ങനെ പോയാലും 2 GB നെറ്റൊക്കെ ഇതാ പറയുമ്പോഴും കഴിയും. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 GB നെറ്റൊക്കെ ഇതാ പറയുമ്പോഴും കഴിയും. ആ 2 GB നെറ്റേ ഉള്ളൂ ഒരു ദിവസം. അതേപോലെ കഴിയും. പിന്നെ ഞാൻ അപ്പുറത്തും വീട്ടിൽ കൂട്ടുകാരന്മാരൊക്കെ വീട്ടിൽ പോയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യൽ. അതും പല ടൈമിലായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിന് എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. എന്തായാലും ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വർക്കിലാണ്, മഴ കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കുക. പുറത്ത് നല്ല മഴയാണ്, മഴ അടിച്ച റൈസ്. പിന്നെ വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അതിലൂടെ ആഡ് ചെയ്യാം. മഴയിൽ നിന്ന് തോർന്നിട്ടാണ് വർക്കിന് ഇറങ്ങാൻ. അപ്പോൾ മഴ തോർന്നതിന് ശേഷം ഞാൻ അതൊക്കെ വീഡിയോസൊക്കെ ഇതിലൂടെ ആഡ് ചെയ്യാം. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് മഴ കേട്ടോ, എനിക്ക് പുറത്താണ് പണി. ഇതാ ഈ സൺസൈഡിലാണ് പൈപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നല്ല മഴയായത് കൊണ്ട് ഇവിടെ കയറിയിരിക്കുക. ഇപ്പോൾ തോർന്നു കഴിഞ്ഞാൽ വീണ്ടും നല്ല മഴ. അപ്പോൾ എന്തായാലും ഇത് തോർന്നിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാൻ. ഇന്നത്തോടെ ഏകദേശം ഇവിടുത്തെ തീരുമാനമാക്കണം. ഈ മുകളിലത്തെ പൈപ്പിറക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് അടിച്ചു തീർക്കണം. ഈ മഴ ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. ഏകദേശം തീരുമാനമാകും. ഹോളടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാക്കി ചെയ്യണം. ഇവിടെ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഹോളടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഇറക്കണം, പൈപ്പ് ഇറക്കിയിട്ട് വേണം തീരുമാനമാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ആ ഇറക്കണ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വർക്ക് കഴിഞ്ഞു, നിർത്തി. മതിയായി, പടായി. സമയം 6 മണി ആയിക്കണം. അപ്പോൾ വർക്ക് നിർത്തി. ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ മഴ പെയ്ത കാരണം ഫുള്ള് ചളിയായി. അതൊക്കെ ഒന്ന് ചെയ്താട്ടോ. ഇതിവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് മുകളിലേക്ക് കയറ്റാനുള്ളതാണ്. മുകളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ ഉഴുകി കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ അപ്പുറത്തെ സൈഡ് കയറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കയറ്റി ഇതിങ്ങനെ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട് 2 എണ്ണം. പിന്നെ അതങ്ങനെ കുഴിക്കൊണ്ട് ചടിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ വർക്ക്. ഫുള്ള് മഴ കാരണം നേരെ ചെയ്യാൻ പറ്റിയില്ല. ചളിയിൽ ഫുള്ള് പെനഞ്ഞിന്ന്. അതുകൊണ്ട് വല്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ നിർത്തി. രണ്ടാളും ക്ഷീണിച്ചു. സമയം 6 മണിയായില്ലേ, അതുകൊണ്ട് നിർത്തിയത്. അപ്പം ഇനി വീട്ടിൽ പോകണം. ടൂൾസ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. വേറെ പയ്യനുണ്ട്, അപ്പോൾ അവൻ ടൂൾസ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇനി വീട്ടിലെത്തിയിരിക്കണം. ഇനി പോണ വഴിക്കാണ്. അങ്ങനെ മനാഫ്ഖാൻ അവിടെ എത്തി. ലക്കിടി എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാന്നുള്ള മൈൻഡായി. അപ്പം എന്നാൽ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകാന്നുള്ള മൈൻഡാക്കി. ചായ കുടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല അടിപൊളി മീൻ കണ്ടു. അപ്പം എന്നാൽ കുറച്ച് മീൻ വാങ്ങിയിട്ട് വീട്ടിൽ പോകാന്നുള്ള പ്ലാനാക്കി
വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ എന്തെങ്കിലും കൂട്ടാൻ വെക്കാനും വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടോ ശരി മീൻ തന്നെ ആക്കാന്നുള്ള ലെവലിൽ മീൻ വാങ്ങിയിട്ടുണ്ടായി. എന്തിനെത്ര ഉള്ളി പന കാണാലോ പറഞ്ഞതാ ആടെ ഉള്ളി അരിഞ്ഞിട്ടാണ്. അതെന്താ ഉള്ളി ഇരുന്നോട്ടെ കറിയില് നാളെയും കറി വെക്കാം. ഉള്ളി അരിഞ്ഞു കൂട്ടിണ്ട് ഇപ്പൊ അടുക്കളയിൽ നല്ല പണിയിലാണ് അവിടെ. അവിടെ മുരിങ്ങ എടുത്ത് വെച്ചിരിക്കണു. ആ ഉള്ളി അവിടെ ഇരിക്കണു. അടുപ്പ് അവിടെ കത്തിയും കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലൊരു പൂച്ച ഉണ്ട് കേട്ടോ, അതിനെ കാണാൻ. ആ പൂച്ച എവിടെ? എനിക്ക് നെല്ലിക്കാട് പോകണം, പത്തിരിപ്പാല പോകണം, കുറേ പരിപാടി ഉണ്ട്. ഞാൻ പോയിട്ട് വന്നിട്ട് വേണം കുളിച്ച് ഫ്രഷ് ആവാൻ. കുളിച്ച് ഫ്രഷ് ആവണം. അപ്പൊ അവിടെ എന്തൊക്കെയൊക്കെ കാട്ടുണ്ട്. ഞാനപ്പോ പോയിട്ട് വരാന്നുള്ള പ്ലാനിങ് ആക്കി. ഞാൻ പോയിട്ട് വരാം, പത്തിരിപ്പാല പോയിട്ട് വരാം. ഈ നേരത്തെ പത്തിരിപ്പാല എന്തിനാ വെച്ചാ? ഈ നേരത്തെ പത്തിരിപ്പാല പോണം. വന്നിട്ട് വിളിക്കും. ഞാൻ പോരും. ഞാൻ 1.5 മണിക്കൂറിൽ വരും. എന്തേ ഞാൻ വരും. കഴിഞ്ഞ ഞങ്ങളുടെ ഉള്ളി അരി കഴിഞ്ഞാ അരിഞ്ഞു കൂട്ടിണ്ട്. തുണി അത് അപ്പുറത്ത് പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. മീൻകറി വെക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ. ഇതെന്താ സംഭവം? വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റോ? ആ, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് മീൻകറി വെക്കുന്നുണ്ട് ഇവിടെ. പൊളിക്കും. ഇന്ന് തകർക്കും. ഇന്ന് തകർക്കും. നല്ല പണിയാട്ടോ. നിങ്ങൾക്കൊന്നും പറയാല്ലേ അമ്മ? ഒന്നും പറയാല്ലേ? ഒന്നും പറയല്ലേ? ആ, എന്നാ കറി വെച്ചോളി. ഞാൻ പോയിട്ട് വരാം. ആ, അയില കറി വെക്കട്ടെ. അപ്പൊ നമ്മ കറി വെക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. നിങ്ങളെന്നാ കറി വെച്ചിട്ട് ഇവിടെ ഇരിക്കും. നിങ്ങൾ പത്തിരി അസുഖം വന്നില്ല? വിളിച്ചില്ലേ? എവിടെ എത്ര പണി? 5 മണിക്ക് മാറ്റിണ്ടല്ലോ അവന്റെ. എന്തായാലും റിയാസ്ക്ക് 5 മണിക്ക് പണി മാറ്റിണ്ടല്ലോ. 5 മണിക്ക് അവൻ ബൈക്ക് പണി മാറ്റിയപ്പോ 6 മണിയായി. 6 മണിക്കും പണി മാറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പൊ 6 മണി ആയിട്ടുള്ളൂ. 7 മണിയായി. 7 മണിയായി. ഇതുവരെ എത്തിയില്ലല്ലോ. വരും, 10 മണിക്ക് വരും. എവിടെ എവിടെ പൂച്ച? ഐസ് എന്റെ വീട്ടിൽ ഒരു പൂച്ചട്ടോ അവിടെ ഒക്കെ ഉണ്ട്. അവിടെ വെക്കട്ടെ. പൂച്ച 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 ആർക്കും കാണണ്ട, അല്ലാത്തൊരു പൂച്ചയാണത്. ഇതാടാ വിളിച്ച വരും കേട്ടോ. വിളിച്ച സ്പോട്ടിൽ എത്തും ഇവിടെ. എന്നാലേ എന്നാ പോരാ, നിങ്ങൾ പണിയെടുക്കി. ഓക്കെ, ഞാൻ ഒത്തിരി പാല പോയിട്ട് അതിനടുത്തു പൂച്ചനെ കാണിച്ചു. എണ്ണ അടിക്കണം, വണ്ടിയിൽ എണ്ണയില്ല. ഞാൻ വരുമ്പോൾ അടിക്കാൻ പറഞ്ഞു. പിന്നെ ഒരുത്തനെ അവിടെ കാത്തിക്കുന്നുണ്ട്, അപ്പോൾ അവനൊന്ന് കാണണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ശരി എന്നാ. വെള്ളം മിസ്റ്റർ മൈ ബോയ്, വെള്ളം നല്ലതാ പാപ്പാ, നല്ലതാ. നല്ലതാ പാപ്പാ, നല്ലതാ. നമ്മുടെ തന്നെ പറയണം. ശരി എന്നാ, അതിൻ്റെ വരാം. ലക്കിടി പോണം ഞാൻ. നിങ്ങൾ വരില്ലാതെ അയച്ച് വരില്ല, എടുക്കണ്ട. ഉപ്പാ കല്ലുപ്പും പൊടിയുപ്പും പൊടിയുപ്പും പിന്നെ കഴിഞ്ഞാ? ഓക്കെ, മുളക് പൊടിയും കല്ലുപ്പും പൊടിയുപ്പും. ഓക്കെ, തിരുമണ കുളിക്കണോ? ഓക്കെ ഓക്കെ. ഇന്നിപ്പോ എന്റെ കയ്യിലുള്ള പൈസ ഒക്കെ പൊട്ടൂലേ? ശരി എന്നാ, ഞാൻ പോയിട്ട് വരാം. അരിയും മഞ്ഞോ? എന്തരി? അരി നമുക്ക് നാളെ വാങ്ങാം മമ്മി. ആ, അരി നമുക്ക് നാളെ വാങ്ങാട്ടാ. ഇതെന്താ ഇതെവിടെ കൊയ്യാക്കാ? ഒരു ആപ്പിള് കിട്ടിയിട്ടുണ്ട്. ആപ്പിള് ഞാൻ എടുത്തു. ഓക്കെ, അത് കുഴപ്പമില്ല. ഈ ആപ്പിള് ഞാൻ എടുത്തു. ഇത് മതി. അത് വേണ്ട, അലുവല്ലേ? അയക്ക് വേണ്ട. ആ ഓക്കെ, എന്നാ ഞാൻ പോരാ. ഈ ആപ്പിളും കൊണ്ട് തൽക്കാലം ഇരിക്കണം. എനിക്ക് വേണ്ട, അലുവയ്ക്ക് വേണ്ട. ഞാൻ അലുവ കഴിക്കില്ല. അപ്പോൾ ശരി, വരാം.